കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ മൂത്ത സഹോദരൻ അനുജിന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 23-കാരനായ അഭിനന്ദിനാണ് പരിക്കേറ്റത്. ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതി അർജുനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഹദ്, ഈ അർജുൻ ലഹരിക്ക് അടിമയായിരുന്നു എന്താണ് പോലീസ് പറയുന്നത്? സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ ഏട്ടൻ അതായത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരി ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലക്ക് വെട്ടേറ്റിട്ടുള്ളത്. അഭിനന്ദിന്റെ ഏട്ടനാണ് വെട്ടിയിട്ടുള്ളത്. വൈകിട്ട് 5:15 ഈ സംഭവം നടക്കുന്നത്. ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെട്ടേറ്റ ഉടൻ തന്നെ ബന്ധുക്കൾ ഇത് കാണുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ബന്ധുക്കൾ കയറി ഇടപെടുകയും ഈ വാള് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇപ്പോൾ ഈ സഹോദരൻ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സഹോദരന്റെ നില ഗുരുതരമാണോ? നിലവിൽ കഴുത്തിനാണ് വെട്ടേറ്റത് എന്നുള്ളതാണ്, തലയ്ക്കാണ് വെട്ടേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ്. പക്ഷേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആശുപത്രി അധികൃതർ വേണ്ട ചികിത്സ നൽകി വരുന്നുണ്ട്. ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയുടെ മെഡിക്കൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.